ഈ ഒരു പെണ്ണ് ആരാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല. ഈ ഒരു പെണ്ണ് പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കും. ഞാൻ മദർസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും. അപ്പോ അത് തിരിച്ചറിവുകൾ. 6ാം ക്ലാസ് വരെ പഠിച്ച, അതിനപ്പുറം പഠിച്ച കുട്ടികളോട് ചോദിക്കാനുള്ളത്, ദേഷ്യം വരാൻ മാത്രം നിങ്ങൾ എന്തെങ്കിലും മദ്രസയിൽ പഠിപ്പിച്ചനാ? എന്നെ പഠിപ്പിച്ച ആദ്യ ഗുരുനാഥൻ മുഹമ്മദ് മുസ്ലിയാർ നമ്മർക്കുള്ള അമർക്കത്ത് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. എന്നെ ആദ്യ മദ്രസയിൽ 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചത് അള്ളാ എന്ന് പറയാനല്ല, അദബുൻ എന്നാണ്. മര്യാദ. മൂത്തവരെ നീ ബഹുമാനിക്കണം, ഇളവരെ സ്നേഹിക്കണം, അയൽവാസികളെ കുറ്റം പറയരുത്, അയൽവാസികളെ പട്ടിണി കിടക്കുമ്പോൾ നീ ഭക്ഷണം മുഴുവനായി വേറെ നിറയെ കഴിക്കരുതെന്നാണ്. കുടുംബബന്ധം നിലനിർത്തണം, കുടുംബത്തിൻ്റെ അടുത്ത് പോകണം. നീ നിൻ്റെ ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം, നീ കളവ് പറയരുത്, നീ വിശ്വാസവഞ്ചന കാണിക്കരുത്, നീ പണത്തിന് വേണ്ടി ആരെയും ചതിക്കരുത്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. നീ നിൻ്റെ രാജ്യത്തെ സ്നേഹിക്കണം. രാജ്യത്തെ സ്നേഹിക്കുന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയാണ് നിൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ വരുന്നെങ്കിൽ നീ നിൻ്റെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കണം എന്നാണ് പഠിപ്പിച്ചത്. അല്ലാതെ നക്കാപ്പിച്ച പൈസക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കരുതെന്ന്. നീ നിൻ്റെ ഉമ്മയെ ബഹുമാനിക്കണം, നിൻ്റെ ഉമ്മയെ നീ സ്നേഹിക്കണം, നിൻ്റെ ഉമ്മയെ നീ സംരക്ഷിക്കണം. നിൻ്റെ ഉമ്മ നിന്നോട് എത്ര ദേഷ്യപ്പെട്ടാൽ, നിന്നെ വഴക്ക് പറഞ്ഞാൽ നീ തിരിച്ചൊന്നും പറയരുത് ചെയ്യുന്ന വാക്ക് പോലുമുണ്ട്. കാരണം നിൻ്റെ മാതാവിൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ചത്. അനാഥ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ നീ താലോലിക്കരുത് എന്ന് പഠിപ്പിച്ചത്. കള്ളു കുടിക്കരുത്. കള്ള് എന്നതൊരു ആയുധമാണ്, നീ മറ്റുള്ള തെറ്റിലേക്കും പോകുമെന്ന് പഠിപ്പിച്ചത്. വ്യഭിചരിക്കരുത്, പലിശക്ക് പണം കൊടുക്കരുത്, ഒരാൾ അന്യായമായി കൊല്ലരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നിങ്ങളെ സ്വന്തം ജോലിയെ നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങൾ എടുത്തു ചാടിയത് കളയരുത്. നിങ്ങളെ പണിയെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് പഠിപ്പിച്ചത്. മറ്റുള്ള മതസ്ഥരോട് നീ നല്ല രീതിയിൽ പെരുമാറണമെന്ന് പഠിപ്പിച്ചത്. മറ്റുള്ള മതസ്ഥർ ആരാധിക്കുന്ന ആരാധനാ വസ്തുക്കളെ നിങ്ങൾ നിന്ദിക്കരുത് എന്ന് പഠിപ്പിച്ചത്. ഇതൊക്കെയാണ് പഠിപ്പിച്ചത്. ഇതൊക്കെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന. പക്ഷേ എന്തുകൊണ്ട് ഇവർക്ക് ദേഷ്യം എന്ന് അറിയോ? ഈ ഒരു കാരണം കൊണ്ടാണ്. അവരെന്നോട് നീ എന്താ നിസ്കരിക്കാതെ, നീ അങ്ങനെ ചെയ്യണം, നീ ഖുർആൻ ഓതണം പറയാറില്ല. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവർക്കറിയാം. ഇവള് നിസ്കരിക്കാത്ത ഒരാളാണ്. അപ്പോൾ നിസ്കരിക്കുന്നത് ഒരു കഴിവാണ്. അതുകൊണ്ടാണ് ഇവൾക്ക് എത്ര ദേഷ്യം. നീ സക്കാത്ത് നൽകണം, നീ നോമ്പ് നിൽക്കണം, കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണം, ശാരീരികമായും സാമ്പത്തികമായും. ഇതൊക്കെയാണ് പഠിപ്പിച്ചത് അല്ലേ? എല്ലാവരെയും നീ മനുഷ്യരായി കാണണം, തുല്യരായി കാണണം പഠിപ്പിച്ചത്. ഇതിപ്പോൾ ബിഗ് ബോസിൽ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇസ്ലാമിനെ പറ്റി വിമർശിച്ചാൽ 4 ആളുകളെ ശ്രദ്ധിക്കുമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയാം.